അങ്ങനെ മൈതാനത്ത് കളിയഴകിന്റെ കവിത എഴുതി അർജന്റീന തുടങ്ങി. അന്ന് ഖത്തറിൽ കണ്ട അതേ ആത്മവിശ്വാസം വീണ്ടും അയാളിൽ കണ്ണിറയെ കണ്ടു. 70-ാം മിനിറ്റിൽ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് കാൽപന്തിന്റെ മഹാമാന്ത്രികൻ മൈതാനത്തിറങ്ങി. പിന്നാലെ പെനാൽറ്റിയിൽ 2026 വിശ്വമാമാങ്കത്തിന് അയാളുടെ കാൽപ്പെരുമാറ്റം മുഴങ്ങി. ഐസ്ലൻഡ് ആയിരിക്കാം, എതിരാളി അല്ലെന്നും അറിയാം. പക്ഷേ ഇനി ആ അൾജീരിയയ്ക്ക് മുന്നിലേക്ക് തുടങ്ങും മുൻപ് ആത്മവിശ്വാസം നിഴലിക്കണം. അതിനാൽ പരീക്ഷണങ്ങളുടെ ചില മനക്കണക്ക് കൂടി സ്കലോണിക്ക് കൂട്ടിക്കിഴിക്കണം. 8-ാം മിനിറ്റിൽ ബാർക്കോയിൽ അർജന്റീന തുടങ്ങി. ഉഗ്രൻ ഷോട്ടിലൂടെ വലന്റീൻ ബാർക്കോ ലക്ഷ്യം കണ്ടു. പക്ഷേ അമേരിക്കയിലെ ജോർദാൻ ഹെയർ സ്റ്റേഡിയത്തിലെ 10,000-ങ്ങൾക്ക് ഇതൊന്നുമായിരുന്നില്ല വേണ്ടത്. പരിക്കിന്റെ അനിശ്ചിതത്വങ്ങൾ മറനീക്കി അവരുടെ മിശിഹായുടെ കാൽപന്താട്ടം കണ്ണിറയെ കാണണം. കോടിക്കണക്കിന് മനുഷ്യരുടെ കാത്തിരിപ്പിന് അവസാനം നിശബ്ദതയെ ഭേദിച്ച് മെസ്സി എത്തി. മൈതാനത്തെന്തോ പുതു ഊർജം പോലെ അർജന്റീന പിന്നീട് ആഞ്ഞടിച്ചു. 72-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മെസ്സി ടീമിന്റെ ലീഡ് ഉയർത്തി. 86-ാം മിനിറ്റിൽ തിയാഗോ അൽമാഡയും ഗോളടിച്ചതോടെ ലോക ചാമ്പ്യന്മാരുടെ ജയം പൂർണ്ണമായി. ഒരിക്കലും അസ്തമിക്കാത്ത ആൽബി സെലസ്റ്റ്യൻ കാൽപന്തഴകിന് മേമ്പൊടി ചാർത്തി അവർ തുടങ്ങി. ഇനി ലോക കിരീടത്തിനായി മിശിഹായും സംഘവും പോരാട്ടത്തിന്റെ കാവ്യങ്ങൾ രചിക്കട്ടെ.